മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വെല്ലുവിളി. അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലാണ് രണ്ട് വെല്ലുവിളി നടത്തിയത്, രണ്ടുപേരെ വെല്ലുവിളിച്ചത്. ഒന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് എതിരെയായിരുന്നു. എന്തിനാ IT കയ്യിൽ വെച്ചത് പിണറായി വിജയൻ? നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഞാൻ ഇത്ര പറയുള്ളൂ. ഞാനായതുകൊണ്ട് ഞാൻ അതിന്റെ രണ്ടാമത്തെ റൗണ്ട് ഞാൻ പറയില്ല. രണ്ടാമത്തെ വെല്ലുവിളി അത് KK രാഗേഷിന് എതിരെയാണ്. KK രാഗേഷ് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് നിലവിൽ. അദ്ദേഹം നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഏറെക്കാലം. അങ്ങനെയുള്ള ഒരാൾക്കെതിരെയാണ് രണ്ടാമത്തെ വെല്ലുവിളി. പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ ഇൻട്രസ്റ്റ് വിഴിഞ്ഞതിന്റെ കാര്യത്തിൽ? എന്നെ കൊണ്ട് ചോദിപ്പിക്കല്ലേ കേട്ടോ. പിണറായി വിജയനെതിരെയുള്ള വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. തെളിയിക്കൂ, പറയേണ്ടത് പറയൂ, എന്താണ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് എന്നത് വ്യക്തമാകുന്ന തരത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് IT വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഏറ്റെടുത്തത് എന്ന് വിശദീകരിക്കുന്നുണ്ട് പിണറായി വിജയൻ. കേൾക്കാം. മുഖ്യമന്ത്രി ഇപ്പോൾ സൂചിപ്പിക്കാൻ ശ്രമിച്ചത് ഈ കഴിഞ്ഞ LDF സർക്കാർ കാലത്ത് മുഖ്യമന്ത്രി IT വകുപ്പ് കൈകാര്യം ചെയ്തത് എന്തോ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന മട്ടിലാണ്. ഇത് LDFന്റെ സർക്കാരുകൾ സ്വീകരിച്ചു വന്ന രീതിയാണ്. LDF സർക്കാരുകളുടെ അടുത്ത കാലത്തെ കീഴ്വഴക്കവും ഇതായിരുന്നു എന്നതാണ് അനുഭവം. അന്ന് അറിയാതെയല്ല അദ്ദേഹം പറഞ്ഞത് എന്ന് നിങ്ങൾക്കും ബോധ്യമുണ്ടാവും. ഏതായാലും ഇത്തരം രീതികൾ മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ എന്ന് അദ്ദേഹം സ്വയം പരിശോധിക്കുന്നത് നന്നാവുമെന്ന് മാത്രമേ പറയാൻ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ആ വകുപ്പിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് വിവരങ്ങൾ പുറത്തുവിടട്ടെ. ഏതന്വേഷണവും നടത്താമല്ലോ. മന്ത്രിസഭ UDFന്റേതാണ്, അതിൻ്റെ നായകനാണ് VD സതീശൻ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് കഴിഞ്ഞ 10 വർഷക്കാലം IT വകുപ്പിൽ നടന്ന ഇടപാടുകളെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായ പരിശോധന നടത്താം. അത് വിജിലൻസിനെ കൊണ്ട് നടത്താം, SITയെ നിയമിക്കാം, അതല്ലെങ്കിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടാം. ഇങ്ങനെയൊക്കെയുള്ള അധികാരം കയ്യിലുണ്ട്. അദ്ദേഹം അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് തീരുമാനം എന്താണ് എന്ന് പറയട്ടെ. ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറയണം. അതേപോലെ തന്നെയാണ് KK രാഗേഷിനെതിരെ. KK രാഗേഷ് ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരുന്ന ആളാണ്, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണം. ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. VD സതീശൻ ഇരുന്ന കസേരയിലാണ് കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ഇരുന്നത്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ VD സതീശനെ അന്വേഷിക്കാം, അതൊക്കെ പുറത്തു കൊണ്ടുവരാം. എന്തിനേറെ പറയുന്നു, അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാം. അതേപോലെ തന്നെ KK രാഗേഷും. അല്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ അധികാരമുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ അതിനു മുമ്പത്തെ മന്ത്രിസഭയിൽ തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ അതേക്കുറിച്ച് പരിശോധന നടത്താം, അന്വേഷിക്കാം. അന്വേഷിച്ച് കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാം. അതിനെല്ലാമുള്ള അധികാരം കയ്യിലുണ്ട്. എന്നിട്ടെന്തേ ഒന്നും ചെയ്യാത്തത്? പത്രസമ്മേളനത്തിൽ വന്ന് എന്തിനാണ് ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്? എന്നോടൊന്നും ചോദിക്കരുത്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, ഇതിനപ്പുറം ഞാൻ പറയില്ലല്ലോ, അത് നിങ്ങൾക്കറിയാമല്ലോ എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു പോകുന്നത്. അന്വേഷിക്കുക, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുക. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ആ കസേരയിൽ ഇരിക്കുമ്പോൾ കാണിക്കേണ്ട മിതത്വവും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വവും ഉണ്ട്, അത് പാലിക്കാൻ VD സതീശൻ തയ്യാറാകണമെന്ന്.